ജീവനക്കാർക്ക് ബജറ്റിൽ ആശ്വാസം. മെഡിസബ് പദ്ധതി പരിഷ്കരിക്കാൻ തീരുമാനമായി. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതോടെ മെഡിസബ് നിർത്തലാക്കുമോ എന്ന ജീവനക്കാരുടെ ആശങ്കയാണ് ബജറ്റിലൂടെ മാറിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. പ്രതിമാസം ഒരു നിശ്ചിത തുക പ്രീമിയമായി അടയ്ക്കണം. 11 ലക്ഷത്തോളം പേർക്ക് ഇതിലൂടെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 104 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തി വരെ മെഡിസെപ്പിൽ ചേർന്ന് ഇൻഷുറൻസ് സേവനം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മുൻ സർക്കാരുകളടക്കം പറഞ്ഞിട്ടുള്ളതും. അവസാന ബജറ്റിൽ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ മെഡിസെപ്പ് 2.0 പ്രഖ്യാപിച്ചിരുന്നു. മെഡിസെപ്പിന്റെ 1ാം ഘട്ട പദ്ധതി പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു കൂടുതൽ പാക്കേജുകളും ആശുപത്രികളെയും ഉൾപ്പെടുത്തിയുള്ള മെഡിസെപ്പ് 2.0 പദ്ധതിയുടെ പ്രഖ്യാപനം. 2ാം ഘട്ടത്തിൽ പരിരക്ഷ 5 ലക്ഷമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കൊപ്പം പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. അതേസമയം മെഡിസെപ്പ് പദ്ധതി പുനഃപരിശോധിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞ വാക്ക് ഈ ബജറ്റിലൂടെ പാലിച്ചിരിക്കുകയാണ്. പദ്ധതി പരിഷ്കരിക്കാൻ ബജറ്റിലൂടെ തീരുമാനമായി കഴിഞ്ഞു. VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം എന്ന കണക്കിൽ കവറേജ് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിലും ഇന്ന് വ്യക്തത വന്നിരിക്കുകയാണ്. എന്നാൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നതോടെ മെഡിസെപ്പ് നിർത്തലാക്കുമോ എന്ന ആശങ്ക സർക്കാർ ജീവനക്കാർക്കിടയിലുണ്ടായിരുന്നു. എന്നാൽ ആ സംശയവും ഈ ബജറ്റിലൂടെ മാറുകയാണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ കുടുംബങ്ങൾക്കുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ മെഡിസെപ്പിന് പകരക്കാരനായി ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ കണക്കാക്കാനാവില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമാണ് മെഡിസെപ്പിലൂടെ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.